ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനിതാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉമ്മ പറഞ്ഞു കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വെച്ച് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങളെ കണ്ടിട്ടും കുറച്ച് ദിവസമൊക്കെ ആയല്ലോ. അങ്ങനെ ഞാനിതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോ റൈസിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. പിന്നെ തിളപ്പിച്ചൂറ്റിയിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. ചിലർ ഒന്നാകെ നെയ്ച്ചോറൊക്കെ വെക്കും പോലെ നല്ലോണം വറ്റിച്ച് വെക്കാറാണുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ പെർഫെക്റ്റായി കിട്ടാറുള്ളത് 2 തവണ വെച്ചെങ്കിലും അതൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്, വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് നോക്കാം പെർഫെക്റ്റ് ആവുമോ ഇല്ലയെന്നൊക്കെ. നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ. അങ്ങനെ ഞാനിതാ പരിപാടിയൊക്കെ തുടങ്ങി. അതിലേക്കുള്ള ചിക്കനൊക്കെ കുറച്ച് ആ ചിക്കൻ മാറ്റിയിട്ട് റൈസിലേക്കുള്ളത് എടുത്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ടയും വറുക്കാൻ വെച്ച് പിന്നെ ചോറിലേക്കുള്ള വെള്ളത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലും കുറച്ച് സ്പൈസസും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ചോറ് വേവിച്ചെടുത്തത്. അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കടായിലേക്കുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. ചിക്കൻ കടായിലേക്കുള്ള ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നായിട്ട് ഞാൻ പേസ്റ്റ് ആക്കിക്കുക. ഉള്ളി മാത്രം ഞാനിതിൽ വാട്ടിയെടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചിക്കനും ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഒന്നുകൂടിയും. പിന്നെ അതിലേക്കുള്ള സ്പൈസസും സോസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് ഇട്ടത് ക്യാപ്സിക്കും മല്ലിയിലയും. ക്യാപ്സിക്കം ലാസ്റ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കടിക്കാൻ കിട്ടണ്ട, അത് പെട്ടെന്ന് അലിഞ്ഞു പോവും. അപ്പോൾ അതൊരു ടേസ്റ്റ്, നമ്മൾ ചിക്കൻ കടായിക്ക് തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഇടാറില്ല. അതിൻ്റെ ചൂടുകൊണ്ട് ഇങ്ങനെ അത് ഓവർ കുക്കാവാതെ അങ്ങനെ നിന്നോളൂ. അപ്പോൾ നമുക്ക് കടിക്കാനും കിട്ടും. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമ്മൾ റൈസ് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണ്ടേ. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതാണല്ലോ സംഭവം. അങ്ങനെ ഞാൻ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചു. പിന്നെ ചിക്കനും മുട്ടയും ഒക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് നല്ലോണം ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ സോസും അതൊക്കെ ആണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് ഇടണം. അങ്ങനെ ഞാനതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ അതിലേക്ക് ചോറ് കൊട്ടാനുള്ളത് അതൊന്ന് കൊട്ടി അതിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്താണെന്നറിയില്ല, അന്ന് ഇപ്രാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോവുക, അങ്ങനെ പല ഇത് വരാറുണ്ട്. ഞാൻ ബസുമതി റൈസാണ് എടുത്തത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടോ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതെന്താ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ്. ഹസ്ബൻഡ് വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ റിസോർട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഹസ്ബൻഡ് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് രാത്രി തന്നെ തിരിച്ചു പോകും കേട്ടോ, ഹസ്ബൻഡ് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾ ഏകദേശം ചുരത്തിൻ്റെ 2ാം ചുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് കാടമുട്ട ചായ, കട്ടൻ ചായ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കഴിക്കുന്നൊരു സംഭവമായിരിക്കുക. അങ്ങനെ ഞങ്ങളത് കഴിച്ചു കേട്ടോ. മോന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. മോള് ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവനത് കഴിച്ചാൽ അവൻ്റെ ഏകദേശം വിശപ്പൊക്കെ ഒന്ന് മാറും. അപ്പോൾ അവന് ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അവനെ നന്നായി കഴിച്ചിട്ടുണ്ട് കേട്ടോ മുട്ട. അങ്ങനെ അതൊക്കെ കഴിച്ച് അവൻ ഉറക്കതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോളിതാ ഉറങ്ങി കിടക്കുകയാണ്. അങ്ങനെ 2 പേരും ഉറങ്ങി. ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ നേരം വൈകിട്ടാണോ എന്നറിയില്ല, വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്. വയനാട്ടിലെത്തിയപ്പം ഇവിടെയൊക്കെ നല്ല കോട ഉണ്ടാവലുണ്ട്. എനിക്ക് അത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കോട ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പം തിരിച്ച് വരുമ്പം വലിയ കോടയൊന്നുമില്ല. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്താനായിട്ടുണ്ട്. ഏകദേശം കുറച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക്. പക്ഷേ പ്രാവശ്യം എന്താ അറിയില്ല, മക്കളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അറിയാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവിടെയൊക്കെ ഭയങ്കര ഇരുടാണ് കേട്ടോ. നല്ല ഇരുടുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോള് ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് നിങ്ങൾ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെല്ലാ റിസോർട്ടിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മക്കളൊക്കെ ഉറങ്ങിയപ്പോൾ അവരെ അവിടെ കിടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഉറങ്ങല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുളിയും ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. എന്നിട്ട് ഇക്കാവ് ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊറിയർ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. എൻ്റെ പണികളൊക്കെ അവിടെ ഇട്ടുവെച്ചിട്ട്. അങ്ങനെ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊക്കെ വീഡിയോയിലല്ല, ഷോർട്സിൽ ഞാൻ കാണിക്കാം. അങ്ങനെ ഈ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കോണാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ചു. എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കിടന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.